രാജസ്ഥാൻ ചെറിയൊരു സ്ട്രഗിൾ അടക്കാലത്ത് അനുഭവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഫിനിഷർമാരടക്കം എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ പൊളിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, രാജസ്ഥാൻ എന്ത് സ്ട്രഗിളാണ് അനുഭവിക്കാൻ പോകുന്നത്, അവർ സ്ട്രഗിൾ അനുഭവിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ പൊതുവെ ക്രിക്കറ്റ് സർക്കിളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ഡൊണോവൻ ഫെററയും ശുഭൻ ദൂബെയും ചേർന്നിട്ട് അവസാനം ഈ അർഷദീപ് സിംഗിനെയൊക്കെ അടിച്ചിട്ട് കളി ജയിപ്പിച്ചിടത്ത് അവർക്ക് ഒരു വലിയ സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം. ഒരു ഘട്ടത്തിൽ ഈ മത്സരം കൈവിട്ട് പോകുമോ എന്ന് നമ്മൾ കരുതിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ പഞ്ചാബ് ഇതുപോലെ തന്നെയായിരുന്നു, ഡെത്ത് ഓവറുകളിലാണ് അവർ നന്നായി അടിച്ചത്. പ്രത്യേകിച്ച് ആ മാർക്കസ് സ്റ്റോയിനിസ് ഒക്കെ ശ്രേയസ് അയ്യർ പോയതിന് ശേഷം അവരൊരു 200-ലേക്ക് അങ്ങനെ കടക്കുമോ, 200-ന് അപ്പുറത്തേക്ക് പോകുമോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നിടത്താണ് ബ്രിജേഷ് ശർമ്മ അതുവരെ നന്നായി പിടിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന ബ്രിജേഷ് ശർമ്മയെ അവസാനത്തെ ഓവറിൽ, ബ്രിജേഷ് ശർമ്മ അതിന് മുമ്പ് വരെ 3 ഓവറിൽ 18 റൺസാണ് ആകെ വഴങ്ങിയിരുന്നത്. അവസാനത്തെ ഓവറാണ് അദ്ദേഹം 2 സിക്സും 3 ഫോറൊക്കെ കൊടുക്കുന്നത്, കളിയാകെ പഞ്ചാബിൻ്റെ കയ്യിലേക്ക് വരുന്നത്. അറ്റ് ദ സെയിം ടൈം പഞ്ചാബ് നന്നായി തന്നെയാണ് തുടങ്ങിയത്. പ്രിയാൻചാര്യ നന്നായി അടിച്ചു തുടങ്ങുന്നു. അതേപോലെ തന്നെ പ്രഭ്സിമ്രാൻ സിംഗും കൂപ്പർ കൊണോലിയും ചേർന്ന് നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ശ്രേയസ് അയ്യർക്ക് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രേയസ് അയ്യർ പോയതിന് ശേഷം വന്ന മാർക്കസ് സ്റ്റോയിനിസ് അവർക്ക് വേണ്ടിയിട്ട് നന്നായി പെർഫോം ചെയ്യുന്നു. സെയിം ടൈം രാജസ്ഥാൻ റോയൽസിലേക്ക് വരുന്ന സമയത്ത് വൈഭവ് വീണ്ടും ഇപ്പോൾ അർഷദീപ് സിംഗിനെ കുറിച്ചാണ് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ RCBയെ കുറിച്ച് പറയുന്ന സമയത്ത് RCB മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മികച്ച രീതിയിൽ ഈ ടൂർണമെൻറ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പവർ പ്ലേയിലൊക്കെ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളാണ് കളിയുടെ ഗതിയെപ്പോലും നിർണ്ണയിക്കാറുള്ളത്. അറ്റ് ദ സെയിം ടൈം പഞ്ചാബും ടോപ്പ് സ്പോട്ടിൽ നിൽക്കുന്ന ടീമുകളിലൊന്നാണ്, ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകളിലൊന്നാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ബോളിംഗ് ഇപ്പോഴും ഒരു ക്രൈസാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിലൊക്കെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അർഷദീപ് സിംഗ് നന്നായി തള്ളി. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി ആദ്യത്തെ 2 ബോളുകൾ അർഷദീപ് സിംഗിൻ്റെ ഡോട്ട് ബോൾ ആക്കിയതിന് ശേഷമുള്ള പിന്നെയുള്ള 3 ബോളുകൾ അതിർത്തി കടത്തുകയാണ്.